ഹായ് ഹലോ, ഞാൻ അഞ്ജു ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ്. അതുപോലെ നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് അത് അയച്ചു തരികയും വേണം കേട്ടോ. സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ട നമ്പർ താഴെ ഉണ്ടാവും, സ്ക്രീനിലുണ്ടാവും. ആ നമ്പറിലേക്ക് തന്നെ അയക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ് കേട്ടോ. നല്ലൊരു വാടാമുല്ല ഷെയ്ഡിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ്. ഫുള്ളായിട്ട് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ സ്റ്റോൺ വർക്ക് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. സിൽവർ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. സാരിയിൽ ഇതുപോലെ വരുന്നു. ഫ്രണ്ടിൽ ടോപ്പ് ബോർഡർ വരുന്നത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം തൊട്ടാണ് ടോപ്പ് ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. താഴത്തെ ബോർഡർ സെയിം ഇങ്ങനെ എല്ലായിടത്തേക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റോൺ വർക്ക് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് പ്ലീസ് ഇട്ട് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഹാഫ് പോർഷന് താഴേക്ക് ലോവർ പാർട്ടിലേക്കാണ് ആ വർക്ക് വരുന്നുള്ളൂ കേട്ടോ. നല്ല ഹെവി ആയിട്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന കംപ്ലീറ്റ് ഭാഗവും ഇതുപോലെ സ്റ്റോൺ വർക്ക് നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ചെറിയ നല്ല ബോർഡർ, നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ. ഫുള്ളായിട്ട് ബോർഡർ ചെയ്തിരിക്കുന്നതും ആ ഒരു സ്റ്റോണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വിചിത്ര സിൽക്കാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. നല്ലപോലെ നന്നായിട്ട് നമുക്ക് ഒതുങ്ങി നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ബോഡിയോട് ചേർന്ന് നല്ല ഷേപ്പിൽ കിടക്കുന്ന മെറ്റീരിയലും കൂടിയാണ് വരുന്നത്. ഇങ്ങനെ കണ്ടോ, മുന്താണി ഉണ്ടോ, മുന്താണിയുടെ എൻഡ് വരേക്കും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. മുന്താണിയുടെ എല്ലാ സൈഡ്സിലേക്കും ആ ഒരു ബോർഡർ കൊടുത്ത് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാരിയുടെ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ബ്ലൗസ് ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് ബ്ലൗസ് വരുന്നത് കണ്ടോ. ബ്ലൗസിന്റെ സ്ലീവിലേക്ക് കൊടുക്കുന്ന വർക്കാണിത്. ഒന്ന് നോക്കിയാൽ എന്ത് രസമാണെന്നത് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവ് വരുന്നു. സോറി, ഞാനൊന്നുകൂടെ നോക്കട്ടെ കേട്ടോ. ഇത് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ വരുന്നത്. ഇതാ ഇത്രയും ഹെവി ആയിട്ടാണ് ബ്ലൗസിന്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇത് സ്ലീവ് വരുന്നത് ഇതാ ഇങ്ങനെ കണ്ടോ. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ഇതുണ്ടോ, രണ്ട് സ്ലീവിലേക്കും ഇങ്ങനെ ഒരു വർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതും വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ സ്ലീവിൻ്റെ വരുന്നത് കണ്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത്രയും ഹെവി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇതാണ് ബ്ലൗസ് പീസിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ. ഇത്രയും ഹെവി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 999 മാത്രമാണ്. അതായത് 999 രൂപയാണ് സാരിയുടെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് നല്ല റിച്ച് അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കാണാറുള്ള പോലെ ഇതാണ്ടോ, ഇതിങ്ങനെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കാനായിട്ട്. അതാണ് യൂഷ്വലി ആരും ഉപയോഗിക്കാറില്ല, എന്നാലും സാരിയുടെ കൂടെ ഇതും കൂടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെക്കാവുന്നതാണ് ഇത്. ഇതും എല്ലാ സാരീസിന്റെ കളേഴ്സിന്റെ കൂടെ ഇതും കൂടി വരാറുണ്ട്. 999 മാത്രമാണ് സാരിയുടെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിൽ വളരെ വർത്ത് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് പിക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ്. പിക്കോക്കിന്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ബ്ലൂ ആയിരിക്കും കൂടുതൽ കാണുന്നത്. ദാ ഇങ്ങനെയാണ് വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെവി ആയിട്ട് തന്നെ ആ ഒരു സ്റ്റോൺ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സെയിം പാറ്റേണിലേക്ക് തന്നെ മുന്താണിലേക്ക് ഹെവി ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതുപോലെ. ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ആണ് കാണുന്നത്. സൈഡിലേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ രണ്ട് സ്ലീവിലും ബാക്കിലേക്കും ആ ഒരു വർക്ക് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അരപ്പട്ടയായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പീസാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ. ബോർഡേഴ്സ് കുഞ്ഞു ബോർഡർ വരുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഹെവി ആയിട്ട് തന്നെ ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം ആണ്. ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ. ബ്ലൗസിന്റെ ബാക്കിലേക്കും രണ്ട് സ്ലീവിലേക്കും ഈ ഒരു സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് വരുന്നുണ്ട്. ഇതാ ഇത് സെൻറ്ററിൽ ഇങ്ങനെ ടൈ ചെയ്യാനുള്ളത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് നിന്ന് ലോവർ പാർട്ടിലേക്കാണ് കേട്ടോ വർക്ക് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. എല്ലാം സെയിം തന്നെ, കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ സ്ലീവിൻ്റിലും ബാക്ക് സൈഡിലേക്കും ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇത് നമുക്ക് സെൻറ്ററിൽ ടൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് വരുന്ന കളർ ഷെയ്ഡാണ്. റാണി പിങ്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര റെഡിഷ് ആയിട്ടായിരിക്കും കാണുന്നത്. നല്ല റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസിൽ ഇതുപോലെ ബാക്കിലേക്കും രണ്ട് സ്ലീവിലേക്കും സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ടൈ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതാ ഇതും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ആ ഗ്രീനിലേക്ക് ആ ഒരു സിൽവർ ഷെയ്ഡ് ആഡ് ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇതുപോലെ സാരി വരുന്നു. ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്.
മുന്താണി വരുന്നത് ഇങ്ങനെ എല്ലാ സൈഡ്സിലേക്കും ബോർഡർ കൊടുക്കുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ സാരി ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസിന്റെ ബാക്ക് സൈഡിലേക്ക് ഇവിടുത്തെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടില്ല, ആ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്കിലേക്കും 2 സ്ലീവിലേക്കും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇതാ ഇഷ്ടമുള്ളവർക്ക് ടൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത്രയും ലെങ്തി ആയിട്ട് വരുന്നുണ്ട്. ഇതേണ്ട ഇതുപോലെ നമുക്കിങ്ങനെ ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് ബാക്കിലേക്ക് ടൈ ചെയ്താൽ മതി. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. റേറ്റ് ആണെങ്കിൽ 999 മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം ഇഷ്ടപ്പെട്ടതെല്ലാം പർച്ചേസ് ചെയ്തോളൂ. ഇന്നത്തെ നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട്സ് അയച്ചു തരിക. എല്ലാ 15 ഡേയ്സിൽ നിങ്ങൾക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും, ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഡാലി കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.